20/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും ഒരു ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബാബയെയും വീടിനെയും ഓർമ്മിക്കൂ. ഇതുതന്നെയാണ് നിങ്ങളുടെ ധീരത. ചോദ്യം: ബാബയുടെ റിഗാർഡും ഡിസ്റിഗാർഡും എപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു? ഉത്തരം: എപ്പോഴാണോ കുട്ടികളായ നിങ്ങൾ ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കുന്നത്, അപ്പോൾ റിഗാർഡ് നൽകുന്നു. അഥവാ ഓർമ്മിക്കുന്നതിന് ഒഴിവ് സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതും ഡിസ്റിഗാർഡ് പോലെയാണ്. വാസ്തവത്തിൽ ഇത് ബാബയുടെ ഡിസ്റിഗാർഡ് ചെയ്യുന്നതല്ല, എന്നാൽ തൻ്റെ തന്നെ ഡിസ്റിഗാർഡ് ചെയ്യുകയാണ്. അതിനാൽ പ്രസിദ്ധി കേവലം പ്രഭാഷണത്തിൽ പോരാ, എന്നാൽ ഓർമ്മയുടെ യാത്രയിൽ പ്രസിദ്ധരാകൂ. ഓർമ്മയുടെ ചാർട്ട് വയ്ക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സദോ പ്രധാനം ആകുന്നത്. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ 84-ന്റെ ചക്രത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് നമ്മൾ കുട്ടികൾ ജന്മജന്മാന്തരങ്ങളിൽ പഠിച്ചതും ധാരണ ചെയ്തു വന്നതുമായ ഒരു നോളജാണ്. ഇത് തികച്ചും സഹജമാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. സത്യയുഗം മുതൽ കലിയുഗ അന്ത്യം വരെയും നിങ്ങൾ എത്ര പുനർജന്മങ്ങൾ എടുത്തു? ഈ ജ്ഞാനം സഹജമായ രീതിയിൽ ബുദ്ധിയിൽ തീർച്ചയായുമുണ്ട്. രചനയുടെ ആദ്യം മധ്യാന്ത്യത്തെ മനസ്സിലാക്കുന്ന ഇതും ഒരു പഠനമാണ്. അത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഈ ജ്ഞാനത്തെക്കാളും ഉയർന്ന കാര്യമാണ് ഓർമ്മയുടെ യാത്ര. അതിനെ യോഗം എന്ന് പറയുന്നു. യോഗം എന്ന വാക്ക് പ്രസിദ്ധമാണ്, എന്നാൽ ഇത് ഓർമ്മയുടെ യാത്രയാണ്. മനുഷ്യർ യാത്രയ്ക്ക് പോകാറുണ്ട്. നമ്മൾ ഇന്ന തീർത്ഥയാത്രയ്ക്ക് പോകുന്നു എന്ന് പറയും. ശ്രീനാഥിലോ അമർനാഥിലോ പോകുന്നു. അപ്പോൾ അത് ഓർമ്മയുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആത്മീയ പിതാവ് വളരെ നീണ്ട യാത്ര പഠിപ്പിക്കുകയാണ്. എന്നെ ഓർമ്മിക്കൂ. ആ യാത്രകളിൽ നിന്നും പിന്നെ മടങ്ങി വരുന്നു. ഇത് മുക്തിധാമത്തിലേക്ക് പോയി നിവസിക്കേണ്ട യാത്രയാണ്. പാർട്ടിൽ വരേണ്ടതുണ്ട്, എന്നാൽ ഈ പഴയ ലോകത്തിലല്ല. ഈ പഴയ ലോകത്തോട് നിങ്ങൾക്ക് വൈരാഗ്യമാണ്. ഇത് മോശമായ രാവണ രാജ്യമാണ്. മുഖ്യമായ കാര്യമാണ് ഓർമ്മയുടെ യാത്ര. പല കുട്ടികളും എങ്ങനെ ഓർമ്മിക്കണം എന്നതുപോലും മനസ്സിലാക്കുന്നില്ല. ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടോ അതോ ഓർമ്മിക്കുന്നില്ലേ എന്ന കാര്യം കാണുവാൻ ആകില്ല. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കണം. ഇത് കാണാവുന്ന ഒരു കാര്യമല്ല, അറിയുവാനും സാധിക്കില്ല. ഇവർ ആ അവസ്ഥയിൽ എത്രത്തോളം ഓർമ്മയുടെ യാത്രയിൽ നിലനിൽക്കുന്നു എന്നത് സ്വയമേ തന്നെയാണ് അറിയുന്നത്. യുക്തി വളരെ പേർക്ക് പറഞ്ഞു കൊടുക്കുന്നു. മംഗളകാരിയായ ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ശിവ് ബാബയെ ഓർമ്മിക്കൂ. തൻ്റെ സർവീസും ചെയ്തുകൊണ്ടേയിരിക്കൂ. ഉദാഹരണത്തിന്, കാവൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവർക്ക് ഓർമ്മയിലിരിക്കുന്നത് വളരെ സഹജമാണ്. ബാബയുടെ ഓർമ്മയല്ലാതെ മറ്റൊന്നും ഓർമ്മ വരാൻ പാടില്ല. ബാബ ഉദാഹരണം നൽകി പറഞ്ഞു തരുന്നു. ആ ഓർമ്മയുടെ യാത്രയിൽ തന്നെ വരികയും പോവുകയും വേണം. ഏതുപോലെ പാതിരിമാർ പോകാറുണ്ട്. എത്ര സൈലൻസിലാണ് പോകുന്നത്. കുട്ടികളായ നിങ്ങളും വളരെ സ്നേഹത്തോടെ ബാബയെയും വീടിനെയും ഓർമ്മിക്കണം. ഈ ലക്ഷ്യം വളരെ വലുതാണ്. ഭക്തരും ഈ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്ക് തിരികെ പോകേണ്ടതുണ്ട് എന്ന് അവർക്കറിയില്ല. എപ്പോൾ കലിയുഗം പൂർത്തിയാകുന്നോ അപ്പോൾ പോകും എന്ന് അവർ മനസ്സിലാക്കുന്നു. അവരെയും ഇങ്ങനെ പഠിപ്പിക്കുന്ന ആരുമില്ല.
കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഏതുപോലെ കാവൽ നിൽക്കുന്നു. അപ്പോൾ ഏകാന്തതയിൽ ബാബയെ എത്ര ഓർമ്മിക്കുമോ അത്രയും നല്ലതാണ്. ഓർമ്മയിലൂടെ പാപമില്ലാതാകും. ജന്മജന്മാന്തരങ്ങളിലെ പാപം ശിരസിലുണ്ട്. ആര് ആദ്യം സദോ പ്രധാനമാകുന്നു അവർ രാമരാജ്യത്തിലും ആദ്യം വരുന്നു. അപ്പോൾ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കേണ്ടത്. കൽപ്പകൽപ്പങ്ങളിലെ കാര്യമാണ്. ഇവർക്ക് ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഏതെങ്കിലും അടിവഴക്കുകളുടെ കാര്യമേയില്ല. വരുമ്പോഴും പോകുമ്പോഴും അഥവാ ഇരിക്കുമ്പോഴും ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ. കാവലും നിൽക്കൂ, ബാബയെ ഓർമ്മിക്കുകയും ചെയ്യൂ. കർമ്മം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. സെക്യൂരിറ്റിക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടമാണ്. പകലായാലും രാത്രിയായാലും ആരാണോ കാവൽ നിൽക്കുന്നത് അഥവാ ഈ ഓർമ്മയിലിരിക്കുന്നതിൻ്റെ ശീലം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വളരെയധികം നേട്ടമാണ്. ബാബ വളരെ നല്ല ഈ സർവീസ് നൽകിയിരിക്കുകയാണ്. സെക്യൂരിറ്റിയും ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിൻ്റെ ഇതും ചാൻസ് ലഭിക്കുകയാണ് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റേത്. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുന്നതിൻ്റെ ഈ ഭിന്ന ഭിന്ന യുക്തികൾ പറഞ്ഞു തരുന്നു. ഇവിടെ നിങ്ങൾ എത്രത്തോളം ഓർമ്മയിലിരിക്കാൻ സാധിക്കുമോ അത്രയും പുറത്ത് തൊഴിലിലും മറ്റും സാധിക്കുകയില്ല. അതിനാൽ മധുബനിൽ വരുന്നു റിഫ്രഷ് ആകുന്നതിനു വേണ്ടി. ഏകാന്തതയിൽ പോയി ഒരു പർവ്വതത്തിലിരുന്ന് ഓർമ്മയുടെ യാത്രയിലിരിക്കണം. പിന്നെ ഒരാൾക്ക് പോകാം, അല്ലെങ്കിൽ 2-3 പേർക്ക് പോകാം. ഇവിടെ വളരെ നല്ല ചാൻസ് ഉണ്ട്. ബാബയുടെ ഓർമ്മ ഇത് തന്നെയാണ് മുഖ്യം. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം വളരെ പ്രസിദ്ധവുമാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ ഓർമ്മയുടെ യാത്രയിലൂടെ പാപം ഇല്ലാതാകുന്നു. നമ്മൾ സദോ പ്രധാനമായി മാറും. അപ്പോൾ ഇതിൽ പുരുഷാർത്ഥം വളരെ നന്നായി ചെയ്യേണ്ടതുണ്ട്. കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിച്ച് കാണിക്കണം. കർമ്മം ചെയ്യുക തന്നെ വേണം. കാരണം നിങ്ങൾ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ തൊഴിലും മറ്റും ചെയ്യുമ്പോഴും ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. ഇതിൽ നിങ്ങളുടെ വളരെയധികം സമ്പാദ്യമുണ്ട്. ഇപ്പോൾ പല കുട്ടികളുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചാർട്ട് വയ്ക്കൂ. കുറച്ചൊക്കെ ചിലർ എഴുതുന്നു. ബാബ യുക്തികൾ വളരെയധികം പറഞ്ഞു തരുന്നു. കുട്ടികൾ ബാബയുടെ അടുക്കൽ പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വളരെയധികം സമ്പാദ്യം ചെയ്യാൻ സാധിക്കും. ഏകാന്തത വളരെ നല്ലതാണ്. ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകും. കാരണം ജന്മജന്മാന്തരങ്ങളിലെ പാപം ശിരസിലുണ്ട്. വികാരത്തിനു വേണ്ടി എത്ര വഴക്കു നടക്കുന്നു, വിഘ്നമുണ്ടാകുന്നു. ബാബ നമ്മളെ പവിത്രമായിരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഓർമ്മയുടെ യാത്രയിലിരുന്ന് ജന്മജന്മാന്തരങ്ങളിലെ ഏതൊരു പാപമാണോ ശിരസിലുള്ളത് ആ ഭാരം ഇറക്കൂ. വീട്ടിലിരിക്കവേ ശിവ് ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. എവിടെയിരുന്നും ഓർമ്മിക്കാൻ സാധിക്കും. എവിടെ കഴിയുകയാണെങ്കിലും ഈ പ്രാക്ടീസ് ചെയ്യണം. ആര് വന്നാലും അവർക്കും സന്ദേശം നൽകൂ. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതിനെ തന്നെയാണ് യോഗബലം എന്ന് പറയുന്നത്. ബലം എന്നാൽ ശക്തി. ബാബയെ സർവശക്തിമാൻ എന്ന് പറയുന്നല്ലോ. അപ്പോൾ ആ ശക്തി ബാബയിൽ നിന്നും എങ്ങനെ ലഭിക്കും? ബാബ സ്വയം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ താഴെ ഇറങ്ങി ഇറങ്ങി തമോ പ്രധാനം ആയിരിക്കുകയാണ്. അപ്പോൾ ആ ശക്തി തീർത്തും ഇല്ലാതായി. ചില്ലി കാശിൻ്റേതും അവശേഷിക്കുന്നില്ല. നിങ്ങളിലും ചിലരുണ്ട്, അവർ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, ബാബയെ ഓർമ്മിക്കുന്നു. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കണം, നമ്മുടെ ചാർട്ട് എങ്ങനെയുണ്ട്? ബാബ എല്ലാ കുട്ടികളോടും പറയുന്നു, ഓർമ്മയുടെ യാത്ര മുഖ്യമാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പാപം ഇല്ലാതാകുന്നത്. അറ്റൻഷൻ നൽകുന്ന ആരെങ്കിലും ഇല്ലെങ്കിൽ പോലും ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുമല്ലോ. വിദേശത്ത് ഒറ്റയ്ക്ക് കഴിയുകയാണെങ്കിൽ പോലും
ഓർമ്മയിലിരിക്കാൻ സാധിക്കും. ആരെങ്കിലും വിവാഹിതരാണെന്നിരിക്കട്ടെ, പത്നി മറ്റൊരു സ്ഥാനത്താണെന്നിരിക്കട്ടെ, എങ്കിൽ അവർക്കും എഴുതാൻ സാധിക്കും. നിങ്ങൾ ഒരു കാര്യം കേവലം ഓർമ്മിക്കൂ. ബാബയെ ഓർമ്മിക്കുമെങ്കിൽ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകും. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ബാബ വളരെ നല്ല യുക്തികൾ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആരെങ്കിലും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അവരുടെ ഇഷ്ടം. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ടാകും. ബാബ വളരെ നല്ല നിർദ്ദേശം നൽകുന്നു. നമ്മുടെ ജോലിയാണ് മിത്രസംബന്ധികൾ തുടങ്ങി ആരെയെല്ലാം കണ്ടുമുട്ടുന്നു എല്ലാവർക്കും സന്ദേശം നൽകണം. കൂട്ടുകാരനായാലും ആര് തന്നെ ആയാലും സർവീസിൻ്റെ താല്പര്യം വേണം. നിങ്ങളുടെ അടുക്കൽ ചിത്രമുണ്ട്, ബാഡ്ജുമുണ്ട്. ഇത് വളരെ നല്ല വസ്തുവാണ്. ബാഡ്ജിന് ആരെയും ലക്ഷ്മി നാരായണൻ ആക്കാൻ സാധിക്കും. ത്രിമൂർത്തിയുടെ ചിത്രം ഉപയോഗിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇതിന് മുകളിലായി ശിവൻ ഉണ്ട്. അവർ ത്രിമൂർത്തിയെ ഉണ്ടാക്കുന്നു, മുകളിൽ ശിവനെ കാണിക്കുന്നില്ല. ശിവനെ അറിയാത്തത് കാരണം ഭാരതത്തിന്റെ തോണി മുങ്ങിപ്പോയി. ഇപ്പോൾ ശിവ് ബാബയിലൂടെ തന്നെയാണ് ഭാരതത്തിന്റെ തോണി അക്കരെയാകുന്നത്. വിളിക്കുന്നു, പതീത പാവന, വന്ന് പതീതരായ നമ്മളെ പാവനമാക്കൂ. എന്നിട്ടും സർവവ്യാപി എന്ന് പറയുന്നു. എത്ര ചില്ലിക്കാശിന്റെ, അതായത് മൂല്യരഹിതമായ തെറ്റാണ്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ഇങ്ങനെയെല്ലാം പ്രഭാഷണം നടത്തണം. ബാബയും ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള മ്യൂസിയം തുറക്കൂ, സർവീസ് ചെയ്യൂ. അപ്പോൾ വളരെ പേർ വരും. സർക്കസും വലിയ വലിയ പട്ടണങ്ങളിൽ തുറക്കാറുണ്ടല്ലോ. അവരുടെ അടുക്കൽ എത്ര സാധനങ്ങളുണ്ട്. ഗ്രാമങ്ങളിൽ നിന്നും കാണുന്നതിന് വേണ്ടി ലോകർ വരുന്നു. അതിനാൽ ബാബ പറയുന്നു, നിങ്ങളും ഇങ്ങനെ മനോഹരമായ മ്യൂസിയം ഉണ്ടാക്കൂ. അത് കണ്ട് സന്തോഷിക്കട്ടെ. പിന്നെ മറ്റുള്ളവരെയും പോയി കേൾപ്പിക്കട്ടെ. എന്തെല്ലാം സർവീസ് നടക്കുന്നു, അത് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെയാണ് നടക്കുന്നത് എന്നതും മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ സദോ പ്രധാനമാകാനുള്ള ചിന്ത വളരെയധികം വെക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെയാണ് കുട്ടികൾ അലംഭാവം കാണിക്കുന്നത്. മായ വിഘ്നമിടുന്നതും ഈ ഓർമ്മയുടെ യാത്രയിൽ തന്നെയാണ്. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമുക്ക് ഇത്രയും താല്പര്യമുണ്ടോ? പ്രയത്നിക്കുന്നുണ്ടോ? ജ്ഞാനം കോമൺ കാര്യമാണ്. ബാബയ്ക്കല്ലാതെ 84ന്റെ ചക്രം ആർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. പിന്നെ ഓർമ്മയുടെ യാത്രയാണ് മുഖ്യം. അവസാനം ഒരു ബാബയല്ലാതെ ആരും തന്നെ ഓർമ്മ വരരുത്. ബാബ ഡയറക്ഷൻ പൂർണ്ണമായും നൽകിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമായ കാര്യം ഓർമ്മിക്കുന്നതിൻ്റെതാണ്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ആര് തന്നെ ആയിരുന്നാലും നിങ്ങൾ കേവലം ബാഡ്ജ് ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. മറ്റാരുടെയും അടുക്കൽ ഇങ്ങനെയുള്ള അർത്ഥസഹിതമായ മെഡൽ ഉണ്ടായിരിക്കില്ല. മിലിറ്ററിയിലുള്ളവർ നല്ല കാര്യം ചെയ്യുന്നു, അപ്പോൾ അവർക്ക് മെഡൽ ലഭിക്കുന്നു. റായ് സാഹിബിന്റെ മെഡലാണെങ്കിൽ ഇവർക്ക് വൈസ്രോയിൽ നിന്നും ടൈറ്റിൽ ലഭിച്ചു എന്നെല്ലാവരും കാണും. മുൻപ് വൈസ്രോയ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവരുടെ അടുക്കൽ ഒരു പവറും ഇല്ല. ഇപ്പോഴാണെങ്കിൽ എത്ര വഴക്കുകളുണ്ട്. മനുഷ്യർ വളരെയധികമായി. അപ്പോൾ അവർക്ക് വേണ്ടി പട്ടണത്തിൽ ഭൂമി വേണം. ഇപ്പോൾ ബാബ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും എല്ലാം ഇല്ലാതായി പിന്നെ എത്ര കുറച്ചായിരിക്കും അവശേഷിക്കുന്നത്? ഭൂമി ധാരാളമുണ്ടായിരിക്കും. അവിടെ സർവ്വതും പുതിയതായിരിക്കും. ആ പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനു വേണ്ടി പിന്നെ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഓരോ മനുഷ്യനും പുരുഷാർത്ഥം ചെയ്യുന്നത് വളരെ ഉയർന്ന പദവി നേടുന്നതിനാണ്. ചിലർ പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യുന്നില്ല. അപ്പോൾ തോറ്റുപോകും എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഫെയിലായി പോകും എന്ന് സ്വയവും മനസ്സിലാക്കുന്നു. പിന്നെ പഠനവും മറ്റും ഉപേക്ഷിച്ച് തൊഴിലിൽ മുഴുകുന്നു. ഇക്കാലത്ത് ജോലികളിലും വളരെ കടുത്ത നിയമങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ വളരെ ദുഃഖിതരാണ്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വഴി പറഞ്ഞു തരുന്നു.
അതിലൂടെ 21 ജന്മത്തേക്ക് ഒരിക്കലും ദുഃഖത്തിൻ്റെ പേരേ ഉണ്ടായിരിക്കില്ല. ബാബ പറയുന്നു, കേവലം ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. എത്ര സാധിക്കുമോ രാത്രി വളരെ നല്ലതാണ്. കിടന്നുകൊണ്ടും ഓർമ്മിച്ചുകൊള്ളൂ. ചിലർക്കാണെങ്കിൽ പിന്നെ ഉറക്കം വരുന്നു. വൃദ്ധരാണെങ്കിൽ അധികം ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും ഉറങ്ങിപ്പോകും. കിടന്നുകൊണ്ട് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. വളരെയധികം സന്തോഷം ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം വളരെ വളരെ സമ്പാദ്യമാണ്. സമയം കിടക്കുകയാണ് എന്നത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ മൃത്യുവിന് ഒരു ലക്ഷ്യസ്ഥാനമില്ല. എപ്പോൾ വരുമെന്നറിയില്ല. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മുഖ്യമായതാണ് ഓർമ്മയുടെ യാത്ര. പുറത്ത് പട്ടണത്തിലാണെങ്കിൽ പ്രയാസമാണ്. ഇവിടെ വരുമ്പോൾ വളരെ നല്ല ചാൻസ് ലഭിക്കുന്നു. ഒരു ചിന്തയുടെ കാര്യവുമില്ല. അതിനാൽ ഇവിടെ ചാർട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കൂ. നിങ്ങളുടെ ക്യാരക്ടേഴ്സും ഇതിലൂടെ നന്നായിക്കൊണ്ടിരിക്കും. എന്നാൽ മായ വളരെ പ്രബലമാണ്. വീട്ടിലിരിക്കുന്നവർക്ക് പുറത്തുള്ളവരുടെ അത്രയും മതിപ്പില്ല. എന്നിരുന്നാലും ഈ സമയത്ത് ഗോപന്മാരുടെ റിസൾട്ട് നല്ലതാണ്. ചില പുത്രിമാർ എഴുതുന്നു, വിവാഹത്തിനു വേണ്ടി വളരെയധികം ശല്യം ചെയ്യുന്നു. എന്തു ചെയ്യട്ടെ? ആരാണോ ശക്തരും സെൻസിബിളുമായ പുത്രിമാർ, അവർ ഒരിക്കലും ഇങ്ങനെ എഴുതുകയില്ല. എഴുതുകയാണെങ്കിൽ ബാബ മനസ്സിലാക്കും, ഇത് ചെമ്മരിയാടാണ്. ജീവിതത്തെ രക്ഷിക്കുക എന്നത് സ്വന്തം കൈകളിലാണ്. ഈ ലോകത്തിൽ അനേകം പ്രകാരത്തിലുള്ള ദുഃഖമുണ്ട്. ഇപ്പോൾ ബാബ സഹജമായി പറഞ്ഞു തരുന്നു, കുട്ടികളായ നിങ്ങൾ മഹാഭാഗ്യശാലിയാണ്. അവർ വന്ന് പ്രഭു കുമാരന്മാർ ആയിരിക്കുന്നു. ബാബയെ എത്ര ഉയർന്നതാക്കുന്നു. എന്നിട്ടും നിങ്ങൾ ബാബയെ അധിക്ഷേപിക്കുന്നു. അതും പച്ചയായ അധിക്ഷേപം. ഇത്രയും തമോ പ്രധാനമായിരിക്കുകയാണ്. കാര്യം ചോദിക്കുകയേ വേണ്ട. ഇതിനേക്കാൾ ഇനി എന്ത് സഹിക്കുവാനാണ്? കൂടുതൽ ശല്യം ചെയ്താൽ ഇല്ലാതാക്കും എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ശാസ്ത്രങ്ങളിൽ കഥകൾ എഴുതിയിരിക്കുകയാണ്. ബാബ വളരെ സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. കർമ്മം ചെയ്യുമ്പോഴും ഓർമ്മിക്കൂ, ഇതിൽ വളരെ വളരെയധികം നേട്ടമുണ്ട്. രാവിലെ വന്ന് ഓർമ്മയിലിരിക്കൂ. വളരെയധികം രസം തോന്നും. എന്നാൽ ഇത്രയും താല്പര്യമില്ല. ടീച്ചർ സ്റ്റുഡൻറ്റിൻ്റെ പെരുമാറ്റത്തിലൂടെ ഇവർ ഫെയിലായി പോകും എന്ന് മനസ്സിലാക്കുന്നു. ബാബയും മനസ്സിലാക്കുന്നു ഇവർ ഫെയിലായി പോകും. അതും കൽപ്പാന്തരങ്ങളിലേക്ക്. പ്രഭാഷണം നടത്തുന്നതിൽ വളരെ സമർത്ഥരാണ്. എക്സിബിഷനിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. പക്ഷേ ഓർമ്മയില്ല. ഇതിൽ ഫെയിലായി പോകുന്നു. ഇതും ഡിസ്റിഗാർഡ് ചെയ്യുന്നത് പോലെയാണ്. തൻ്റേത് തന്നെയാണ് ചെയ്യുന്നത്. ശിവബാബയുടെ ഡിസ്റിഗാർഡ് ഉണ്ടാകുന്നില്ല. നമുക്ക് ഓർമ്മിക്കാനുള്ള ഒഴിവ് സമയമേയില്ല എന്നാർക്കും പറയാൻ സാധിക്കില്ല. ബാബ അംഗീകരിക്കില്ല. സ്നാനം ചെയ്യുമ്പോഴും ഓർമ്മിക്കാൻ സാധിക്കും. ഭോജനം കഴിക്കുന്ന സമയത്ത് ബാബയെ ഓർമ്മിക്കൂ. ഇതിൽ വളരെ വളരെയധികം സമ്പാദ്യമുണ്ട്. പല കുട്ടികളും കേവലം പ്രഭാഷണത്തിൽ പ്രസിദ്ധരാണ്, യോഗത്തിലല്ല. ആ അഹങ്കാരവും വീഴ്ത്തുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സർവശക്തിമാനായ ബാബയിൽ നിന്നും ശക്തി നേടുന്നതിനായി ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കണം. ഓർമ്മയുടെ ഭിന്ന ഭിന്ന യുക്തികൾ രചിക്കണം. ഏകാന്തതയിലിരുന്ന് വിശേഷിച്ച് സമ്പാദ്യം ശേഖരിക്കണം. സദോ പ്രധാനം ആകുന്നതിൻ്റെ ചിന്ത വയ്ക്കണം. അലംഭാവം കാണിക്കരുത്. അഹങ്കാരത്തിൽ വരരുത്. സർവീസിൻ്റെ താൽപ്പര്യവും വയ്ക്കണം. അതിനോടൊപ്പം ഓർമ്മയുടെ യാത്രയിലും ഇരിക്കണം. വരദാനം: സർവ്വതും ബാബയെ ഏൽപ്പിച്ച് കമലപുഷ്പ സമാനം വേറിട്ടും പ്രിയപ്പെട്ടും ഇരിക്കുന്ന ഡബിൾ ലൈറ്റായി ഭവിക്കട്ടെ. ബാബയുടേതാവുക എന്നാൽ
സർവഭാരവും ബാബയ്ക്ക് നൽകുക. ഡബിൾ ലൈറ്റിന്റെ അർത്ഥം തന്നെ സർവ്വതും ബാബയെ ഏൽപ്പിക്കുക എന്നാണ്. ഈ ശരീരവും എൻ്റേതല്ല. ശരീരമേ ഇല്ലെങ്കിൽ ബാക്കി എന്താണുള്ളത്? നിങ്ങളേവരുടെയും വാഗ്ദാനം തന്നെ ശരീരവും നിന്റേത്, മനസ്സും നിന്റേത്, ധനവും നിന്റേത് എന്നാണ്. സർവ്വതും നിന്റേത് എന്ന് പറഞ്ഞു എന്നിരിക്കെ ഭാരം ഏത് കാര്യത്തിൻ്റേതാണ്? അതിനാൽ കമലപുഷ്പത്തിന്റെ ഉദാഹരണം സ്മൃതിയിൽ വെച്ച് സദാ വേറിട്ടവരും പ്രിയപ്പെട്ടവരുമായിരിക്കൂ. അപ്പോൾ ഡബിൾ ലൈറ്റ് ആയി മാറും. സ്ലോഗൻ: ആത്മീയതയിലൂടെ ആധിപത്യം ബോസി നേച്ചർ സമാപ്തമാക്കി സ്വയം തന്നെ ശരീരത്തിന്റെ സ്മൃതിയിൽ നിന്നും ഉരുക്കുന്നവർ തന്നെയാണ് സത്യമായ പാണ്ഡവർ. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാന സൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്. ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാഗ്ദാദിയുടെ മസ്തകത്തിൽ
സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാഗ്ദാദിയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാഗ്ദാദിയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു. ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ
ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശരശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു.